മറ്റൊരു പ്രദേശത്തും കാണാൻ നമുക്ക് കഴിയാത്ത ഒരു പ്രത്യേകതയാണത്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം തന്നെ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് വരുന്നത്. ഇവിടെ വരുന്ന ഭക്തർ വ്യത്യസ്ത രീതിയിലുമാണ് വരുന്നത്. എല്ലാവരും അതുപോലെ കറുപ്പ് വസ്ത്രം കൊടുക്കുന്നുണ്ട്, മാലയിടുന്നുണ്ട്. അതില്ലാതെയും വരാൻ ഇവിടെ അധികാരമുണ്ട്, അവകാശമുണ്ട് അല്ലേ? ഇവിടെ കറുപ്പ് നിർബന്ധമില്ല, മാല നിർബന്ധമില്ല, ഇരുമുടിക്കെട്ട് നിർബന്ധമില്ല, വസ്ത്രത്തിൻ്റെ അത് ഉടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള നോംസുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി നല്ല മനസ്സോടുകൂടി വരണം. ഭക്തി ഉണ്ടാകുന്നത് നല്ല മനസ്സുണ്ടാകാൻ വേണ്ടി ആയിരിക്കണം എന്നുള്ള നല്ല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഭക്തി എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി നിയോഗിക്കാൻ പാടില്ല. ഞാനിവിടെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ശബരിമലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വരുന്ന ആളുകൾക്ക് 100% ആളുകൾക്കും എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും എല്ലാവർക്കും 18ാം പടി കയറും. 18ാം പടി കയറുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. 18ാം പടി തന്നെ കയറണം, വേറെ പടി കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ പ്രയാസം എന്താണ് എന്നുള്ളത് കയറിയ ആളുകൾക്കും കയറാൻ നിൽക്കുന്ന ആളുകളും മനസ്സിലാക്കുന്നുണ്ട്. നമുക്കൊരു മിനിറ്റിൽ 1 മണിക്കൂറിൽ കയറ്റാൻ കഴിയുന്ന ഭക്തരുടെ എണ്ണം പരിമിതമാണ്. വരുന്ന ഭക്തർ ഒറ്റയടിക്ക് എല്ലാവരെയും നമുക്ക് സന്നിധാനത്തേക്ക് കയറ്റാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് എല്ലാ ഭക്തരും, നല്ല ഭക്തരെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ 24ഉം 28ഉം മണിക്കൂറെല്ലാം കാത്തു നിന്നിട്ടും ഭക്തി നിർഭരമായി അയ്യപ്പ സന്നിധാനത്തിൽ എത്തി മടങ്ങിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. ഈ വർഷം വല്ലാതെ തിരക്ക് വർദ്ധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നല്ലപോലെ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് ഈ വർഷത്തെ തിരക്കുണ്ടായത്. പ്രത്യേകിച്ചും നമ്മുടെ അമ്മമാരും സഹോദരിമാരും എല്ലാം തന്നെ ധാരാളം വന്നു. അതുപോലെ ചെറിയ കുട്ടികൾ കൂടുതൽ വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുകൊണ്ട് 18ാം പടി കയറാൻ പറ്റാത്ത, സാധാരണ ഒരു ഭക്തൻ കയറുന്ന അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു ഭക്തൻ കയറുന്ന പോലെ നമ്മുടെ അമ്മമാർക്കോ സഹോദരിമാർക്കോ അതുപോലെ തന്നെ വ്യത്യസ്ത കഴിവുകളുള്ള ആളുകൾക്കോ ഒന്നും തന്നെ കഴിയില്ല. കുട്ടികളുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 18ാം പടി കയറുന്നതിന് കുറച്ച് സ്ലോ ഉണ്ടായി. അതിൻ്റെ പേരിൽ എന്തെല്ലാമാണ് പറഞ്ഞു പരത്തിയതെന്നെല്ലാം കണ്ടതാണ്, നവമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇവിടെ വന്ന് ഇന്നലെ ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും തിരിച്ചു പോകുന്ന ഭക്തർ ഞങ്ങൾ കയറി വരുമ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടത് മഹാകുഴപ്പമാണ് ഇവിടെ നടക്കുന്നതെന്നാണ്. ആ രീതിയിലുള്ള പ്രചാരവേല നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഭക്തിയുടെ പേരിൽ വരുന്ന ആളുകളുടെ മനസ്സ് നന്നായില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും. നമ്മൾ വരുന്നത് കുഴപ്പമുണ്ടാക്കാനാണോ? ഭക്തിയുടെ പേരിലാണ്. അപ്പോൾ ഭക്തി എല്ലാവർക്കും നന്മ ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള നല്ല തിരിച്ചറിവോടുകൂടിയായും നമ്മുടെ ഇവിടെ വന്നു പോകുന്ന ഭക്തർ പെരുമാറേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സാന്ദ്രമായി ചൂണ്ടിക്കാണിച്ചു.